നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഒരു സമഗ്രമായ വാർത്താ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. മതി. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച് NDA. CP രാധാകൃഷ്ണൻ ഇന്ന് പത്രിക സമർപ്പിക്കും. സുദർശൻ റെഡ്ഡി പത്രിക നൽകുക നാളെ. ഇന്ത്യ സഖ്യ MPമാരുടെ യോഗം ഇന്ന്. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ക്ഷണമില്ല. അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെ എല്ലാ ഭക്ത സംഘടനകളുടെയും ഒഴിവാക്കാൻ നീക്കം. പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന് വിമർശനം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച. സെർവർ ഹാക്കിംഗിൽ പോലീസിൽ പരാതിപ്പെട്ട് 2 മാസങ്ങൾക്ക് ശേഷം അജ്ഞാത സംഘത്തെ കണ്ടെത്താനാകാതെ പോലീസ്. സംസ്ഥാനത്തെ മദ്യശാലകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ കോടികളുടെ കുറവ്. ബാറുകളുടെ എണ്ണം 29 നിന്ന് 850 നികുതി കുത്തനെ താഴേക്ക്. ഉത്തരമറിയാതെ ചരക്ക് സേവന നികുതി വകുപ്പ്. ജനം ബ്രേക്കിംഗ്. കത്ത് ചോർച്ചയിൽ മിണ്ടാട്ടം മുട്ടി CPM. പരസ്യ പ്രതികരണം വേണ്ട എന്ന സംസ്ഥാന നേതൃത്വം. രാജേഷ് കൃഷ്ണയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിയമവിരുദ്ധം. നടത്തിപ്പ് നിർത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറും. ED കണ്ടുകെട്ടിയ 1 കോടിയുടെ സ്വത്തുവകകളാണ് കൈമാറുന്നത്. CPI നേതാവ് അടക്കം കേസിൽ 5 പ്രതികൾ. അനധികൃത വായ്പകളിലൂടെ ബാങ്കിന് നഷ്ടമായത് കോടികൾ. സ്പാനിഷ് ലീഗിൽ റയലിന് ജയത്തുടക്കം. ഒസാസുനയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 1 ഗോളിന്. വിജയഗോൾ നേടി എംബാപ്പെ. റിപ്പോർട്ടുകളിലേക്ക്. CPMനെ വിവാദത്തിലാക്കിയ രാജേഷ് കൃഷ്ണയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് കണ്ടെത്തൽ. നടത്തിപ്പ് നിർത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് പിണറായി സർക്കാർ. കൊച്ചി ആസ്ഥാനമായുള്ള കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് തുടരാൻ സംസ്ഥാന സർക്കാർ ഒത്താശ ചെയ്തത്. നിയമം കാറ്റിൽ പറത്തി നിക്ഷേപക സമാഹരണം നടത്തിയതിന്റെ പേരിൽ ചെന്നൈയിലടക്കം സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തിരുന്നു. എന്നാൽ കുസാറ്റ് അടക്കമുള്ള ഇടങ്ങളിലെ സെക്യൂരിറ്റി ജോലി കിങ്ഡത്തെ ഏൽപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ദേശത്തു നിന്നും ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ നേരിട്ട് നിക്ഷേപം സ്വീകരിക്കുന്നതിൽ ചട്ടലംഘനം നടത്തിയ സ്ഥാപനമാണ് രാജേഷ് കൃഷ്ണയുടെ കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം. ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിൽ വ്യക്തമായതോടെയാണ് കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസിൻ്റെ ലൈസൻസുകൾ റദ്ദാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ഏപ്രിൽ 6 ചെന്നൈയിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി സസ്പെൻഡ് ചെയ്തു. എന്നാൽ കേരളത്തിൽ കിങ്ഡത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായി സർക്കാരോ കേരള പോലീസോ തയ്യാറായിട്ടില്ല. ഇതേസമയം കുസാറ്റ് അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനത്തിലടക്കം സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തെയാണ്. ഇതിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. പത്തനംതിട്ട സ്വദേശിയായ അച്യുതൻ നായർക്കാണ് സ്ഥാപനത്തിലെ ഭൂരിപക്ഷം ഷെയറുകളുമുള്ളത്. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിങ്ഡം എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്കായിരുന്നു ഈ സെക്യൂരിറ്റി സ്ഥാപനത്തെ കേരളത്തിൽ അവതരിപ്പിച്ചത്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് CPMന്റെ സൈബർ പോരാളിയായി അറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശി മുൻ DYFI നേതാവ് കൂടിയായ രാജേഷ് കൃഷ്ണയും. ഇയാളുടെ CPM ബന്ധമാണ് ചട്ടവിരുദ്ധമെങ്കിലും കിങ്ഡത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായതും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം വിദേശയാത്രയിൽ രാജേഷ് കൃഷ്ണയുടെ ആതിഥ്യം സ്വീകരിച്ചതിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജനം, കൊച്ചി.
കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർ കിരീടം ലക്ഷ്യമിട്ട് രണ്ടാം സീസൺ ഒരുങ്ങുകയാണ് കൊല്ലം സെയിലേഴ്സ്. ആദ്യ സീസണിലെ ഫോം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കൊല്ലം ടീമിലെ താരങ്ങൾ. എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KCL രണ്ടാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഏരീസ് കൊല്ലം സീരീസിൻ്റെ താരമായിട്ടുള്ള ഏതൻ ആപ്പിൾ ടോം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതൻ കഴിഞ്ഞ വട്ടം തൃശ്ശൂരിലായിരുന്നു, ഇത്തവണ അവിടുന്ന് കൊല്ലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ സീസണിലെ പ്രതീക്ഷകൾ? പ്രതീക്ഷയൊന്നുമില്ല. മീൻസ് കഴിഞ്ഞ കൊല്ലം തൃശ്ശൂരിലായിരുന്നു, അവിടുന്ന് ഈ കൊല്ലം ഈ ഒരു ചാമ്പ്യൻസ് ആയ ഒരു ടീമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ടൈറ്റിൽ ജയിച്ചവരാണ്. അപ്പോൾ ഈ ഒരു സീസൺ എനിക്ക് ഹ്യൂജ് താങ്ക്സ് പറയാനുള്ള കൊല്ലം സെയിലേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും. മീൻസ് എന്നെ ഈ ഒരു സെക്കൻഡ് സീസണിൽ എടുത്തത് പ്രതീക്ഷിക്കാനുള്ളതെന്ന് വെച്ചാൽ മീൻസ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കൊല്ലം സെയിലേഴ്സ് കളിക്കുന്ന അതിൽ തന്നെ കീപ്പ് അപ്പ് ചെയ്യണം. ബിക്കോസ് അവരുടെ പ്രൊഫഷണലിസം എല്ലാം ടോപ്പ് ലെവലിൽ തന്നെയാണ്. ഏത് ടീമിനേക്കാളും ടോപ്പ് ലെവലിൽ തന്നെയാണ് ഇവർ നോക്കുന്നത്. ബിക്കോസ് എന്തായാലും ഒരു ചാമ്പ്യൻ ടീമാണ്. അതല്ലാതെ വേറൊരു മീൻസ് വിന്നിങ് മെൻറ്റാലിറ്റി അല്ലാതെ വേറൊരു ഇതും ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാക്ടീസ് സെഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം. പിന്നെ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്ര സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ്. പ്രതീക്ഷകൾ സെയിം തന്നെ ആസ് ലാസ്റ്റ് ഇയർ. കപ്പടിക്കണം, മീൻസ് ടൈറ്റിൽ എടുക്കണം. വൺസ് മോർ സെക്കൻഡ് ഇയർ ഓൾസോ ചാമ്പ്യൻസ് ആണ്. അത് ആ ഒരു സെയിം പ്രതീക്ഷയുള്ളൂ. ഇപ്പോൾ ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ സച്ചിൻ ബേബി, വിഷ്ണു വിനോദ്, ഇവരൊക്കെ IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. അപ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസിനൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരുടെ കൂടെയുള്ള ആ ഒരു സെഷൻ അതെങ്ങനെയുണ്ട്? സച്ചിൻ ചേട്ടനായിക്കോട്ടെ വിഷ്ണു ചേട്ടനായിക്കോട്ടെ, അവർ രണ്ടുപേരും ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് തൊട്ട് രഞ്ജി ട്രോഫി കളിക്കുന്ന സമയം തൊട്ട് അവരുടെ കീഴിൽ തന്നെയായിരുന്നു ഞാൻ കളിച്ചോളുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴും അവരെന്നെ തന്ന സപ്പോർട്ട്, മീൻസ് ആ ഒരു പ്രായത്തിലാണെങ്കിലും അവർ തരുന്ന വെൽക്കമിങ്, അവർ തരുന്ന ആ ഒരു അഡ്വൈസ് കാര്യങ്ങൾ എപ്പോഴും ഇറ്റ് ഈസ് ലൈക്ക് ഒരു പ്രൊഫഷണൽ. ഞാൻ എന്തോ ഒരു മുകളിലത്തെ ഒരു ഇന്ത്യ ലെവൽ മീൻസ് ആ ഒരു ലെവൽ ഓഫ് ടോക്സേ വരത്തുള്ളൂ. അപ്പോൾ അവരെന്ത് സപ്പോർട്ട് തന്നാലും അവർ തരുന്ന ഓരോ സപ്പോർട്ട്സും ഓരോ ഡേ ബൈ ഡേ മോട്ടിവേഷൻ കാര്യങ്ങളും, നമ്മൾ എത്ര ഫെയിലിയേഴ്സ് വന്നാലും ഒരിക്കലും അവർ തരുന്ന അഡ്വൈസിൽ ഒരിക്കലും ലൈക്ക് ഡൗൺ ആയി പോയിട്ടില്ല. അപ്പം ഓൾവേസ് ദേ ഹാവ് ബീൻ ത്രൂ ഔട്ട് ദെയർ വിത്ത് മീ. രഞ്ജി ട്രോഫി കളിച്ചപ്പോൾ ഇപ്പോൾ ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സച്ചിൻ ചേട്ടന് വിഷ്ണു ചേട്ടൻ്റെ കൂടെ തന്നെ ഒന്നോടും കൊല്ലം സെയിലേഴ്സിൽ അവരുടെ കൂടെ ഒപ്പം പിന്നെയും വൺസ് മോർ കേരളത്തിൻ്റെ ആ ഒരു സെയിം വൈബ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ. ഈ KCL നിങ്ങൾ യുവതാരങ്ങൾക്ക് നൽകുന്നൊരു സ്പേസ് അത് വളരെ വലുതാണ്. നിങ്ങൾക്ക് നൽകുന്ന ഇപ്പോൾ നിങ്ങളുടെ എഫേർട്ടിനൊരു റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്ന രീതിയിൽ. കാരണം യുവതാരങ്ങൾ വിഘ്നേഷ് പുതൂർ ആണെങ്കിൽ വിഘ്നേഷ് ഇപ്പം മുംബൈ ഇന്ത്യൻസ് വരെ ഘട്ടത്തിലേക്ക് എത്തി. നിങ്ങൾക്കൊക്കെ പല താരങ്ങളിപ്പം IPL ട്രയൽസ് കളിക്കാൻ വേണ്ടി ട്രയൽസിലേക്ക് പോകുന്നവർക്ക് വിളി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇത് KCL നൽകുന്ന പിന്തുണ, അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകുന്ന പിന്തുണ അത് വളരെ വലുതല്ലേ? ഓഫ് കോഴ്സ് ഈ ഒരു സ്റ്റേജ് ബിക്കോസ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് എപ്പോഴും ഒരു വലിയ താങ്ക്സ് കൊടുക്കണം. ബിക്കോസ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഓരോ ലീഗ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, സീനിയർ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഓരോ ജൂനിയർ കാറ്റഗറി കളിക്കുന്നതായിക്കോട്ടെ, ഓരോ ഡിസ്ട്രിക്ട്സ് ഓരോ മേഖലയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഓരോ ഇപ്പോൾ വിഘ്നേഷ് പുത്തൂറിനെ പറഞ്ഞ പോലെ ആ ഒരു മീൻസ് വിഘ്നേഷ് ചേട്ടൻ എത്തിയ ലെവൽ കാണും. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ കളിക്കുന്നു, ഇപ്പോൾ അവിടുത്തെ ഒരു പ്ലെയറായി അവർ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ KCA എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഇത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സും അവർ ആ ഒരു എഫേർട്ട് കാണിച്ചതിലാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിലുണ്ടായിരുന്ന ആദ്യ സീസണിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്ന ഷറഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷറഫ് രണ്ടാം സീസണിലേക്ക് കിടക്കുകയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സീസൺ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ടൂർണമെൻ്റ് ആയിരുന്നു. കുറച്ചും കൂടെ ബെറ്റർ ടീമാണ് ഈ വർഷം. കുറച്ചും കൂടെ സെയിം ടീം തന്നെയാണ്, പക്ഷേ ഒരു 4 നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്ലെയേഴ്സ് ടീമിലോട്ട് വന്നിട്ടുണ്ട്. അത് ടീമിന് ഗുണം ചെയ്യും. പിന്നെ കൊള്ളാം, ടീമിൻ്റെ ഒരു വൈബൊക്കെ നല്ല തന്നെയാണ്. ടീം ജെല്ലായിട്ടുണ്ട്. ഗുഡ് പ്രിപ്പറേഷൻ, മൊത്തത്തിൽ കൊള്ളാം. വെരി ഗുഡ് വൈബ്. IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള വിഷ്ണു വിനോദ് ടീമിലേക്ക് വരുന്നു. നേരത്തെ ഷർഫ് പറഞ്ഞ പോലെ നല്ല പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിഷ്ണുവിനെ പോലുള്ള ആളുകൾ ടീമിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ടീമിന് ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നു? നല്ല ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഒരു IPL പ്ലെയറും കൂടിയല്ല, അവനൊരു ഫൈനൽ കളിച്ച ഒരു ടീമിലുണ്ടായിരുന്ന ഒരു പ്ലെയറും കൂടിയാണ്. അത് ടീമിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുണം ചെയ്യും. ടീമിന് മാത്രമല്ല പ്ലെയേഴ്സിനും നല്ലൊരു ഗുണം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവനെ പോലത്തെ ഒരു പ്ലെയർ ടീമിലുണ്ടാവുക, അവർക്ക് കുറച്ചും കൂടെ സംസാരിക്കുക, അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നും പ്ലെയേഴ്സിനാണ് കുറച്ചും കൂടെയും ഗുണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ പോയി വന്നതിൻ്റെ എക്സ്പീരിയൻസും പല കാര്യങ്ങളും അവൻ്റെ അടുത്ത് സംസാരിക്കാനും നല്ല രീതിയിലുള്ള ഇതന്നെയാണ് ടീമിന് അവൻ്റെ ഒരു ടീമിലോട്ട് വരാനുള്ളത്. ആദ്യ സീസണിലെ ചാമ്പ്യന്മാരാണ്
ഇപ്പോൾ 2ാം സീസണിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ ഉടമയായിട്ടുള്ള CEO ആയിട്ടുള്ള പൃഥ്വിരാജ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തവണ നമുക്ക് ടെൻഷനൊന്നുമില്ല, കൊല്ലം ടീമിന് ടെൻഷനൊന്നുമില്ല, കൊല്ലം ടീമിനെ കണ്ടിട്ട് ബാക്കിയുള്ള ടീമുകൾക്കാണ് ടെൻഷൻ എന്ന്. അതെങ്ങനെ നോക്കുകയാണു? അങ്ങനെ ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ എല്ലാം പുതിയ തന്നെയാണ്. ലാസ്റ്റ് സീസണിൻ്റെ കാര്യം നമ്മൾ നന്നായി ചെയ്തു. ഇത് പുതിയ സീസണാണ്. അപ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, നന്നായി ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് വരുള്ളൂ. അത്രയും എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു ടീമുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കളിച്ച സെയിം ടീം തന്നെയാണ്. അതിലോട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ടീമിന് ഗുണം ചെയ്യും. നമ്മൾ ജയത്തിലോട്ട് പോകാനുള്ളതിൻ്റെ എന്താ പറയുക, ദൂരം കുറച്ചും കൂടെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൊല്ലം സെയിലേഴ്സ് ടീം ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയായിരുന്നു ജനം ടിവിയോടൊപ്പം. ഷറഫുദ്ദീനും ഏതൻ ആപ്പിളുമാണ് ജനം ടിവിയോടൊപ്പം ചേർന്നത്. വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ സെപ്റ്റംബർ 20 പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ട എന്ന സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിയുള്ള പുതിയ നീക്കം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് 3000 ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് ആരൊക്കെ എന്നത് വ്യക്തമല്ല. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം എന്ത് മതപരമായ ചില കൂട്ടായ്മകൾ വരുമെങ്കിലും അല്ലെങ്കിൽ സംഗമങ്ങൾ നടത്തുമെങ്കിലും അതത് മതസംഘടനകളെ വിളിക്കുക എന്നതൊരു കീഴ്വഴക്കമാണല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളെ ഇങ്ങനെ അവഗണിക്കാനുണ്ടായ സാഹചര്യം? സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. തീർച്ചയായും ഇപ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സേവാ സമാജം അടക്കമുള്ള സംഘടനകൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെപ്പറ്റി അതോടൊപ്പം തന്നെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇതിന് ഒരു തരത്തിലുള്ള മറുപടി നൽകാനും കഴിഞ്ഞ ദിവസം മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പമ്പയിൽ. പക്ഷേ ആ സമ്മേളനത്തിൽ പോലും കൃത്യമായ മറുപടി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളെ, അയ്യപ്പ ഭക്ത സംഘടനകളെ ഈ സമ്മേളനത്തിൽ നിന്നും വിളിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡും ദേവസ്വം സർക്കാരും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ അത് എന്ത് എന്നുള്ളതായിരുന്നു ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്ന സർക്കാരിൻ്റെ കപടത തുറന്ന് കാട്ടിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങൾ ലംഘിക്കാനുള്ള സർക്കാരിൻ്റെ തീവ്രമായ ശ്രമം, അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, ആ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ, എന്നിട്ട് വേണ്ടേ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാമം ജപിച്ചു എന്നതിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കാനായി നാമം ജപിച്ചുകൊണ്ട് സമരം ചെയ്ത ഒരുപാട് ആളുകൾക്കെതിരെ ഭക്തർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ? നേരത്തെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ നടുവിൽ ഈ കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ 3000-ഓളം അയ്യപ്പ ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ആരൊക്കെയാണ് ഈ അയ്യപ്പ ഭക്തർ? സർക്കാർ ക്ഷണിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഹൈന്ദവ സംഘടനകൾ കൃത്യമായി തുറന്നു കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഓരോ കാര്യങ്ങളും ജനം TV തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് എത്തിയിരിക്കുന്നത് ബിന്ദു അമ്പിടി മാത്രമാണ്. ഈ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായില്ല. സർക്കാർ ഔദ്യോഗികമായി ബിന്ദു അമ്മിണിയെ ഈ ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി നൽകാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് വിളിക്കേണ്ട, ക്ഷണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് ഓരോ
തീർത്ഥാടന കാലത്തും ശബരിമലയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ അത് സർക്കാരിന് ഉപരിയായി ഈ അത് തന്നെയാണ്. ബിന്ദു അമ്മിണി അടക്കം ഈ ഒരു സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ 3000 ഭക്തർ പങ്കെടുക്കുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഈ 3000 പേരും യഥാർത്ഥ വിശ്വാസികളാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ ഇവർ കൂടി ആലോചിച്ചാണ് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അവർക്കൊന്നും ക്ഷണമില്ല. ഈ 3000 പേർ ആര് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ടല്ലോ. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയുടെ ആചാരങ്ങൾ അതോടൊപ്പം തന്നെ അനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും മറ്റ് മുമ്പുണ്ടായിരുന്ന സർക്കാരുകളൊക്കെ തന്നെയും ഈ ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം, പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാനിലടക്കം നേരത്തെ തയ്യാറാക്കിയിരുന്ന മാസ്റ്റർ പ്ലാനിലടക്കം ഹൈന്ദവ സംഘടനകളുടെ കൃത്യമായുള്ള ഒരു വിവരങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ തീരുമാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ തേടിയിരുന്നു. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാകട്ടെ എല്ലാ സമയത്തും ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഈ ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം കൂടി ആരായുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു സംഘവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള കൂടിയാലോചനകൾ കൂടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു യോഗത്തിനപ്പുറത്തേക്ക് സ്വാഗത സംഘ രൂപീകരണത്തിൽ പോലും സന്യാസി ശ്രേഷ്ഠരെയോ അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനാ നേതാക്കളെയോ ഒന്നും തന്നെ വിളിച്ചിരുന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചോദിച്ച സമയത്താണ് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് ഒഴിഞ്ഞു മാറുന്ന ഒരു മറുപടി തന്നെയായിരുന്നു ഈ സമയത്ത് നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഔദ്യോഗികമായുള്ള ഒരു തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഹൈന്ദവ സംഘടനകളെ ഒരു കാരണവശാലും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തരെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യമാണ് എന്നടക്കമുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോഴുള്ള ഈ ഒരു സർക്കാരിന്റെ പുതിയ തീരുമാനം കൂടി എത്തുന്നത്. ശരി അരുൺ. CPM-ൽ കത്ത് വിവാദം പുകയുകയാണ്. കത്ത് ചോർച്ച വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ. ഇത് സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിയമ നടപടി പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം പാർട്ടിയെ കരുവാക്കിയെന്ന് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വ്യക്തമായ മറുപടിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ടിൻഡു ദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഈ വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ദേവിക, കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയാണ് പോയത്. അപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമ നടപടിക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുഹമ്മദ് ഷർഷാദിന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു നിയമ നടപടിക്കായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. 3 ദിവസത്തിനകം ഉന്നയിച്ച പരാമർശങ്ങൾ പിൻവലിച്ച് പാർട്ടിയോടും പാർട്ടി സെക്രട്ടറിയോടും മാപ്പ് പറയണമെന്നാണ് ഇതിലാവശ്യപ്പെട്ടിട്ടുള്ളത്. 2 വ്യവസായികൾ തമ്മിലുള്ള ഈ കുടിപ്പകയ്ക്ക് മുഹമ്മദ് ഷർഷാദിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിയെ കരുവാക്കിയെന്നാണ് MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ചെയ്ത പോളിറ്റ് ബ്യൂറോയിൽ ഈ മീറ്റിംഗിൽ MV ഗോവിന്ദൻ അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിക്കും കടക്കേണ്ട എന്നാണ് തീരുമാനം. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് CPM സെക്രട്ടേറിയറ്റ് ചേരുന്നത്. CPM സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകണം. ചർച്ചയായാൽ മാത്രമേ അന്ന് വൈകുന്നേരം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും ബാധിക്കുന്ന രീതിയിൽ മുഹമ്മദ് ഷർഷാദ് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമങ്ങൾക്കും പ്രതികരണം നൽകിയത്. പ്രധാനമായിട്ടും 2 പത്രങ്ങളെ പേരുൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പകയാണെങ്കിൽ പോലും ഈ 2 വ്യവസായികളും പാർട്ടിയെയും നേതാക്കളെയും വലിയ രീതിയിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. ഇപ്പോൾ യുകെയിലെ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ പങ്കുള്ള രാജേഷ് കൃഷ്ണ അതോടൊപ്പം തന്നെ ചെന്നൈയിലെ എക്സ്പോർട്ട് കമ്പനി വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് ഷർഷാദ് ഇവർ തമ്മിലുള്ള കുടിപ്പകയാണെങ്കിൽ പോലും ഇവർ 2 പാർട്ടി അകമഴിഞ്ഞ്
പണത്തിൻ്റെ പേരിൽ പണമായിട്ടും അല്ലാതെയൊക്കെ സഹായിക്കുന്നവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തള്ളാനും കൊള്ളാനും പറ്റാത്ത രീതിയിലാണ് പാർട്ടി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് മസാല ബോണ്ടൊക്കെ വരുന്നത്. ഈ സമയത്ത് മുഖ്യമന്ത്രിയെ അവിടെ മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് പണം പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ മസാല ബോണ്ടിങ് ഉൾപ്പെടെയുള്ളതിലെ ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ചുരുളഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് ഷെഹ്ഷാദിന് ചെന്നൈയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ജപ്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള തോമസ് ഐസക്ക് ഡയറക്റ്റ് വിളിച്ച് അത് ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജപ്തി മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സർഫാസി നിയമപ്രകാരമാണ് കാലയളവ് ലഭിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത്. അവിടെ ഒരു വ്യവസായിക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അത് പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് മുഹമ്മദ് ഷെഹ്ഷാദും അതോടൊപ്പം തന്നെ രാജേഷ് കൃഷ്ണയും. അത് തന്നെയാണ്. പക്ഷേ എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് താൻ മറുപടി പറയുമെന്ന് മുഹമ്മദ് ഷെഹ്ഷാദ് ഇപ്പോൾ അറിയിക്കുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷെഹ്ഷാദിന് എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് കൃത്യമായ മറുപടി താൻ നൽകുമെന്ന് ഷെഹ്ഷാദ് അറിയിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സെർവർ ഹാക്ക് ചെയ്ത സംഭവത്തിൽ ക്ഷേത്രം അധികൃതർക്ക് ഗുരുതര വീഴ്ച. സെർവർ ഹാക്ക് ചെയ്ത വിവരം പോലീസിൽ പരാതിപ്പെടുന്നത് സംഭവം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ്. ജൂൺ 13 മുൻപ് ഏതോ ദിവസമാണ് ഹാക്ക് ചെയ്തതെന്ന് എഫ്ഐആറിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മൊഴിയുണ്ട്. ഹാക്ക് ചെയ്ത അജ്ഞാത സംഘത്തെ കണ്ടെത്താനാകാതെ വലയുകയാണ് ഇപ്പോൾ പോലീസ്. ശ്രീനന്ദ എസ് പി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, അവ്യക്തമാണ് കാരണങ്ങൾ. കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലെ അത്രത്തോളം സുരക്ഷയുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയൊരു ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല ഈ സംഭവം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതിൽ വളരെ ഗുരുതരമായ ഒരു പിഴവ് ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ദേവിക പറഞ്ഞതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്രയും സുരക്ഷിതമായി ഉള്ള ഒരു ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റൂമൊക്കെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോഗ്രാം ഹാക്ക് ചെയ്ത് അതിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറ്റമാണ്. അതും കുറ്റം മാത്രമല്ല, അത്രയും സെക്യൂരിറ്റികൾ ഉള്ളൊരു സ്ഥലത്ത് കയറി ഇത്രയും നിസ്സാരമായി ആ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ തീർച്ചയായ ഒരു കാര്യമാണ്. അതിലും ഏറ്റവും മികച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നറിയുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. ജൂൺ 13 കൃത്യമായി പറഞ്ഞാൽ ജൂൺ 13 ഹാക്ക് ചെയ്തതായി എഫ്ഐആർ പറയുന്നത്. ജൂൺ 13 ഏതോ ദിവസം 13 മുൻപുള്ള ഏതോ ഒരു ദിവസമാണ് ഹാക്ക് ചെയ്തിട്ടുള്ളതാണ് എഫ്ഐആർ പറയുന്നത്. പക്ഷേ ഈ ഒരു പരാതി നൽകുന്നത് ഓഗസ്റ്റ് 13, കൃത്യമായി 2 മാസങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും 2 മാസത്തോളം ഈ ഒരു ഹാക്ക് ചെയ്ത ഡേറ്റകളെല്ലാം മാറ്റി എന്നുള്ള ഒരു വിവരം ആ അധികൃതർ അറിഞ്ഞില്ല എന്നൊരു ഗുരുതരമായൊരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഹെഡിൽ കയറുക എന്ന് പറയുക, ആ ഒരു റൂമിൽ കയറി ഇത്രയും വലിയൊരു സംഭവം ഹാക്ക് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും അറിയാൻ അത്യാവശ്യമായൊരു കാര്യം. ഭക്തർക്കിടയിലും അതുപോലെ തന്നെ സാധാരണ ജീവനക്കാർക്കിടയിലും ഉയരുന്നൊരു പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാന ചോദ്യമാണിത്. എന്താണ് ഇത്രയും നാളായിട്ടും 2 മാസത്തോളമായിട്ടും ഇതിനൊരു പരാതിയിൽ ഒരു ആക്ഷൻ പോലീസ് എടുക്കാത്തെന്നൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. പോലീസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. അവരുടെ പരാതികൾ ലഭിച്ചതിന് ശേഷവും ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ആ ഒരു ഹാക്ക് ചെയ്തത് എങ്ങനെയാണെന്നും അത് എന്തിനാണ് ചെയ്തതെന്നും ആരുടെ സഹായത്തോടുകൂടി ചെയ്തതെന്നും അറിയണമെന്നുള്ളത് സാധാരണ ഭക്തരുടെ ഏറ്റവും വലിയൊരു അവകാശം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു കാരണം. ശരി ശ്രീനന്ദ. നെൽകർഷകർക്ക് നേരെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കർഷക സംഘടനകൾ ഒത്തുചേർന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പാലക്കാട് ചന്ദ്രനഗറിലുള്ള പാർവതി കല്യാണ മണ്ഡപത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികളും സംഘടനാ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം ചിങ്ങം 1 പോലും കർഷക ദിനമായ അന്ന് പോലും കർഷകർ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം അവർക്ക് നെല്ല് വില ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സർക്കാരിനെ പല ആവർത്തി അറിയിച്ചിട്ട് പോലും അവഗണനയല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് കർഷക ദിനത്തിൽ പോലും മന്ത്രി MP രാജേഷ് അവരെ പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് കർഷകർ, അല്ലേ?
തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നെൽകർഷകർ ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയാണ് ഇവരെല്ലാം തന്നെ കൃഷി നടത്തുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പണം നൽകാത്തതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ഏറെ ജാഗ്രതയോടെ കർഷകർക്കൊപ്പം നിന്നുകൊണ്ടുള്ള പരിഹാരത്തിലേക്കാണ് BJP പോകുന്നത്. കഴിഞ്ഞ ദിവസം BJP നിശ്ചയിച്ച വിദഗ്ധ സമിതി കൃത്യമായി തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി അവരിൽ നിന്നും ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ വിഷയത്തെ കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് BJPയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു സമരപ്രഖ്യാപനം തന്നെ BJPയുടെ കർഷക മോർച്ച നടത്തുന്നത്. പാലക്കാട് വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കർഷക സംഘടനാ പ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ കർഷക സംഘടനകളും ഈ സമരപ്രഖ്യാപന കൺവെൻഷനിൽ നടത്തും. നമുക്കറിയാം, വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലായുള്ള ഒരു ഇടപെടലും കർഷകർക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചിങ്ങ 1 പോലും സമരം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് കർഷകർ പോയത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പാടത്ത് പൊന്നു വിളയിച്ച് അതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ചോദിക്കുമ്പോൾ അത് നൽകാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കർഷകരെ തള്ളിവിടുന്നു. കടക്കണിയിലേക്ക് കർഷകരെ തള്ളിവിടുന്നു. കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു കർഷകർ. അതുകൊണ്ട് തന്നെ പലതവണ പരാതികളും നിവേദനങ്ങളും ഒക്കെ നൽകിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ കർഷകർ പോവുകയും ചെയ്തത്. എന്തായാലും BJP ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കർഷകർക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം BJP നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത്. എന്തായാലും കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമരപ്രഖ്യാപനമാണ് നടത്തുന്നത്. കർഷകരെ സംബന്ധിച്ചോളം ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിലടക്കം ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ, കർഷകർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കർഷക മോർച്ച ശക്തമായ ഒരു സമരം നടത്തും. ആ സമരത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. ഇത്രയും വലിയൊരു പോരാട്ടം നടത്തുമ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് ഇത് എന്ന് പറഞ്ഞു പരിഹസിച്ച് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു MP രാജേഷിന്റെ ഭാഗത്തുനിന്ന്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി കൂടിയായ CP രാധാകൃഷ്ണൻ. ഇന്നലെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ NDA ഘടകകക്ഷികൾക്ക് മുഴുവൻ പരിചയപ്പെടുത്തുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഏകകണ്ഠമായി ഈ പേര് NDA ഘടകകക്ഷികൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. YSR കോൺഗ്രസ് അടക്കം NDAക്ക് പുറത്തുള്ള കക്ഷികൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും, CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം B സുദർശൻ റെഡ്ഡി മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തെയാണ് ഇന്ത്യ സഖ്യം അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത്. നിലവിലെ അംഗബലം അനുസരിച്ച് NDA സ്ഥാനാർത്ഥിക്ക് വിജയിക്കുന്നതിനാവശ്യമായ സംഖ്യ പാർലമെന്റിൽ നിലവിലുണ്ട്. ശരി ശ്രീകാന്ത്. പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലപാടിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. പ്രസിഡന്റിന്റെ നിലപാട് ഫ്രാൻസിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു അയച്ച കത്തിൽ പറയുന്നുണ്ട്. നീക്കം നയതന്ത്രമല്ല എന്നും പ്രീണനം മാത്രമാണു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട്. നീക്കം ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും കത്തിൽ പറയുന്നുണ്ട്. ഐസൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഈ കത്തിൽ പറയുന്നത് ഫ്രാൻസിലെ ജൂതവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നുണ്ട് ഈ നിലപാട് എന്നാണ്. മറ്റ് റിപ്പോർട്ട് എന്താണ്? തീർച്ചയായും ദേവിക, ഈ ജൂതവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും അതുപോലെ തന്നെ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്ന് പാലസ്തീൻ അംഗീകരിക്കുക എന്നൊരു നിലപാട് പുറത്തു വന്നതെന്നാണ് അറിയിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ആദ്യം ഫ്രാൻസ് ആണ് പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചത്. പിന്നീട് ബ്രിട്ടനും കാനഡയും എല്ലാം തന്നെ ഇക്കാര്യം അംഗീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. നിരവധി വ്യവസ്ഥകൾ അതിന് മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇത്തരത്തിൽ പാലസ്തീനെ അംഗീകരിക്കാനുള്ളൊരു നീക്കം സ്വാഭാവികമായും ജൂതവിരുദ്ധ വികാരം ലോകം മുഴുവൻ വളർത്താനേ അത് പ്രചോദനം
പ്രയോജനപ്പെടൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കത്തും അയച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റിനെ കത്തും അയച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈ ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള അംഗീകാരം പാലസ്തീൻ സ്റ്റേറ്റിന് നൽകുന്നു എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാലസ്തീൻ സ്റ്റേറ്റിന് ഒരു പരമാധികാരം നൽകുന്നതിനെ അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇത് കടുത്തൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത് പല രീതിയിലുള്ള യഹൂദ വിരുദ്ധ വികാരങ്ങൾ വളർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നത് ലോകസമാധാനത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല വൈകാതെ ഒരു ഡെഡ് ലൈൻ കൂടി നൽകിയിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അത് ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ബ്രിട്ടനും അതുപോലെ തന്നെ ഒരുപക്ഷെ കാനഡയ്ക്കും ഇത്തരം കത്തുകൾ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിൽ ഫ്രഞ്ച് പ്രസിഡന്റിനെ വളരെ കൃത്യമായി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള നീക്കം സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് ലോകം മുഴുവൻ യഹൂദ വിരുദ്ധ വികാരം ഉയർത്തുന്നതിനും ഫ്രാൻസിലെ തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതിനുമാണ്. ഇത് നയതന്ത്രപരമായ ഒരു തീരുമാനമല്ല, മറിച്ച് അതൊരു പ്രീണന നയം മാത്രമാണ്, അതൊരു മതവിഭാഗത്തോടുള്ള പ്രീണനമാണ് എന്ന വ്യംഗ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദേവിക. ശരി. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വേടന്റെ ഹർജിയിൽ വാദം പൂർത്തിയായാൽ ഹൈക്കോടതി ഉത്തരവിനായി മാറ്റിയേക്കും. റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരും നിലപാട് അറിയിക്കും. വേടനെതിരെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പോലീസ് ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നതായിരിക്കും. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, പരാതിക്കാരി പറയുന്നത് സ്ഥിരം കുറ്റവാളിയാണ് ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്നാണ്. അതെ ദേവിക, അതായത് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ സമാനമായിട്ടുള്ള പരാതികൾ നേരത്തെയും പെൺകുട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കടക്കം 2 പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാരി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം അല്ലെങ്കിൽ നിലപാട് അറിയിക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് എത്ര കേസുകളാണ് കേരളത്തിൽ മറ്റ് സ്റ്റേഷനുകളിൽ വേടൻ എന്ന ഈ പറയുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അറിയിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുക തന്നെ ചെയ്യും. ഈ മീറ്റു ആരോപണങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെട്ട വ്യക്തിയാണ് വേടൻ. അതുമാത്രമല്ല ഒരു സ്ഥിരം കുറ്റവാളി. കൂടാതെ തന്നെ ഈ മീറ്റു ആരോപണത്തിന് ശേഷം സമൂഹ മാധ്യമത്തിലൂടെ വേടൻ തന്നെ ക്ഷമാപണം നടത്തിയ ഒരു സംഭവം കൂടി ഉണ്ടെന്നായിരുന്നു പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തതൊക്കെ എവിടെയാണ്, അതിന്റെ വിശദാംശങ്ങൾ, നിലവിൽ ആ കേസിന്റെ സ്ഥിതി, ഇതൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കേണ്ടത്. ഇന്നും വാദം തന്നെയാണ് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തുടരുക. കഴിഞ്ഞ ദിവസം വാദം നടന്ന വേളയിൽ ചില ചോദ്യങ്ങൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരുന്നു. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തെ ബലാത്സംഗമായിട്ട് എങ്ങനെ കണക്കാക്കുമെന്നുള്ളൊരു ചോദ്യമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുമാത്രവുമല്ല, ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്ന സമയത്ത് എങ്ങനെ ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ സാധിക്കും, അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളിൽ പറയുന്നുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണവും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരി വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു നിരീക്ഷണമായിട്ട് ഹൈക്കോടതി നടത്തിയത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തായാലും വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണവും ഈ പറയുന്ന പരാതിക്കാരിയുടെ വാദങ്ങളും വേടന്റെ അഭിഭാഷകന്റെ വാദങ്ങളും കൂടി കേട്ട ശേഷം ഒരുപക്ഷെ ഉത്തരവിനായിട്ട് മാറ്റുകയായിരിക്കും ഈ ഹർജി ചെയ്യുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷർഷാദ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. കുടുംബം തകർത്തവനൊപ്പമാണ് പാർട്ടിയെന്നും ഷർഷാദ് കുറ്റപ്പെടുത്തുന്നുണ്ട്. വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പരിശോധിച്ച കാര്യം പോളിറ്റ് ബ്യൂറോയുടെ ചില തീരുമാനങ്ങളായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഇപ്പോൾ മറുപടി നൽകുമെന്നാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്?
തീർച്ചയായിട്ടും സഖാവ് MV ഗോവിന്ദൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ്. നേരത്തെ പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് CPM സംസ്ഥാന ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ നൽകിയത് ഇത്തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടികൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ സംസ്ഥാന ഘടകം പ്രതികരണവുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന ഒരു കർശന നിർദ്ദേശം നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോ സംസ്ഥാന ഘടകത്തിന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അല്പസമയം മുമ്പാണ് സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ വക്കീൽ നോട്ടീസ് ഒരു മീഡിയ സുഹൃത്ത് വഴി ലഭിച്ചു എന്ന തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമത്തിലുള്ള പോസ്റ്റ് ഷർഷാദ് ചെയ്യുന്നത്. അതിന് പിന്നാലെ താൻ നിയമപരമായി ഈ വിഷയത്തെ നേരിടും, ബാക്കി ലൈവും കാര്യങ്ങളൊക്കെ കൃത്യമായി താൻ ചെന്നൈയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പ്രധാനമായും വക്കീൽ നോട്ടീസ്, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെ മകനെതിരെയായിരുന്നു ഷർഷാദ് പല ഘട്ടങ്ങളിലായി ആക്ഷേപം ഉയർത്തിയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ്റെ മകൻ്റെ ഇടപാടും UK ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായിയുമായുള്ള ബന്ധം എന്നാണ് പല ഘട്ടങ്ങളിലായി ഷർഷാദ് ഉയർത്തിയിരുന്നത്. ഈ ഘട്ടത്തിലാണ് നിലവിൽ ഷർഷാദിന് വലിയ രീതിയിൽ വ്യക്തിപരമായ കുടുംബം വലിച്ചിഴച്ചു എന്ന തരത്തിൽ കാണിച്ചുകൊണ്ട് MV ഗോവിന്ദൻ നോട്ടീസ് നൽകുന്നത്, വക്കീൽ നോട്ടീസ് നൽകുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ വക്കീൽ നോട്ടീസിന് കൃത്യമായ മറുപടി താൻ നൽകും, അത് തൻ്റെ വക്കീൽ മുഖേന നൽകുമെന്നാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം CPM-നുള്ളിൽ ഈ കത്ത് വിവാദം പുകയുകയാണ്. കാരണം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്ത് ഇത്തരത്തിൽ മറ്റൊരു വ്യവസായി മറ്റൊരു വ്യവസായിയെക്കുറിച്ച് നൽകിയ കത്ത് അത് ആ വ്യവസായിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് പാർട്ടി ആ ഒരു വിഷയം ഇടപെട്ടത് എന്ന് സംബന്ധിച്ചുള്ള വലിയ ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ഷർഷാദിൻ്റെയും തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുടുംബപരമായി താൻ ഉയർത്തിയ വിഷയം പ്രതിയായ ആൾക്കെതിരെയാണ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ ആ പാർട്ടിയെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും സമൂഹ മാധ്യമത്തിൽ ഷർഷാദ് ഉയർത്തിയ ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ അതൊരു ചേരിതിരിവിലേക്ക് കടക്കുന്നു. രണ്ട് തരത്തിലുള്ള നിലപാടുകൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ചെന്നൈയിലെത്തിയതിന് ശേഷം ഷർഷാദ് എന്തൊക്കെ തുറന്നു പറയും, സമൂഹ മാധ്യമങ്ങളിലൂടെയോ താൻ ലൈവായോ തൻ്റെ പ്രതികരണങ്ങൾ നൽകും എന്ന് ഷർഷാദ് ഇപ്പോഴിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ വരും മണിക്കൂറുകളിൽ ഷർഷാദ് തുറന്നു പറയും, അതൊക്കെ പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നേതാക്കളുമുള്ളത്, CPM-ൻ്റെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം തന്നെ മകനെ സംരക്ഷിക്കാനാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചത് എന്ന ആക്ഷേപവും ഷർഷാദ് പറയാതെ പറയുകയാണ്. ശരി വിനീഷ്. കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. വട്ടിപ്പലിശയ്ക്ക് പണം നൽകിയ അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത എറണാകുളം കോട്ടുപള്ളി സ്വദേശിനിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള വീട്ടമ്മ ആശ ബെന്നിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്നലെ ഉച്ചയ്ക്കാണ് കോട്ടുപള്ളി പുഴയിൽ ചാടി ആശ ബെന്നി ജീവനൊടുക്കിയത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിന്റെ ഭാര്യ ബിന്ദുവിന്റെ ഭീഷണിയെ തുടർന്നായിരുന്നു ആത്മഹത്യ. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്നാണ് കോട്ടുപള്ളി സ്വദേശിനി ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് കൈമാറുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ദേവിക, ആശയുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിലുള്ള മൃതശരീരം നേരെ കളമശ്ശേരിയിൽ കൊണ്ടുപോയി അവിടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കും. നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ആരോപണ വിധേയരായിട്ടുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിനെയും ബിന്ദുവിനെയും വീട്ടിലില്ല എന്ന് തന്നെയാണ് അയൽവാസികൾ പറയുന്നത്. ഇരുവരും ഇന്നലെ തന്നെ വീട് വിട്ടു പോയി എന്നുള്ള കാര്യം അയൽവാസികൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ബിന്ദുവിനും ഈ പറയുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രദീപിനുമെതിരെ ആശ ഈ ആത്മഹത്യക്കുറിപ്പിലടക്കം വിവരിച്ചിട്ടുള്ളത്. അതായത് വട്ടിപ്പലിശയ്ക്ക് പണം നൽകുന്ന വ്യക്തിയാണ് ബിന്ദുവുമായിട്ട് ഈ പറയുന്ന ആശയ്ക്ക് പണമിടപാടുണ്ടായിരുന്നു. 10 ലക്ഷത്തോളം രൂപ പല ഘട്ടങ്ങളിലായിട്ട് ബിന്ദുവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇരട്ടിയായിട്ട് മുതലും പലിശയും തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന ആശ ഈ കുടുംബത്തോട്, അതായത് ഭർത്താവിനോടടക്കം പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുടുംബം അറിയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ്. കാരണം നിരന്തരം ബിന്ദുവിൽ നിന്ന് ഭീഷണി തുടർന്നിരുന്നു. ഇതിനെ തുടർന്ന് ആശ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും 11-ാം തീയതി ഈ ആത്മഹത്യാ ശ്രമം കുടുംബം കാണുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ബിന്ദുവിൻ ഈ പറയുന്ന ആശയെ മാറ്റുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ സാമ്പത്തിക തർക്കവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണികളും സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കുടുംബത്തോട് ആശ പറയുന്നത്. ഈ കുടുംബത്തെ അറിയിക്കുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ബിന്ദു ആശയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിൽ ഭീഷണി തുടരുകയും പിന്നീട് അത് പോലീസിന് പരാതി നൽകുകയുമായിരുന്നു. ആലുവ SP ഓഫീസിൽ ആദ്യഘട്ടത്തിൽ ആശ പരാതി നൽകിയെങ്കിലും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി മാറ്റുകയായിരുന്നു. പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ സമയത്ത് പോലീസുകാർ പറഞ്ഞത് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത്, പ്രത്യേകിച്ച് ഒരു സിവിൽ തർക്കമായതുകൊണ്ട് തന്നെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് കോടതി മുഖാന്തരം ഒരു പരിഹാരം കാണണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. തുടർന്ന് ഇരു കൂട്ടരോടും പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താക്കീത് പോലീസ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്തും ബിന്ദുവും ഭർത്താവായിട്ടുള്ള പ്രദീപും വലിയ രീതിയിൽ അസഭ്യം ഈ പറയുന്ന ആശയ്ക്ക് നേരെയും കുടുംബത്തിന് നേരെയും പറയുകയും പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം ഈ സ്റ്റേഷനിൽ നിന്ന് താക്കീതൊക്കെ ലഭിച്ച് അതിനുശേഷം വീട്ടിലെത്തിയപ്പോഴും ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രവൃത്തികൾ ബിന്ദുവിൽ നിന്നും ഭർത്താവ് പ്രദീപിൽ നിന്നും ഉണ്ടായി. ഗേറ്റിന്റെ മുന്നിലെത്തി കുട്ടികളെ അടക്കം കേസിൽപ്പെടുത്തുമെന്നും കുടുംബത്തെ ഉപദ്രവിക്കുമെന്നുള്ളതുമായിരുന്നു ഈ ബിന്ദുവിന്റെയും പ്രദീപിന്റെയും ഭീഷണി. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോട്ടുവെള്ളി പുഴയിൽ ചാടി ആശ ജീവനൊടുക്കിയത്. കുടുംബം ഈ ഒരു ബിന്ദുവിന്റെയും പ്രദീപിന്റെയും നിരന്തരമായിട്ടുള്ള ഭീഷണി തുടർന്നാണ് ആശ ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. ആശയുടെ ആത്മഹത്യാ കുറിപ്പിലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഒരു ലഘുവായിട്ടുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചു. അതായത് കോടതി മുഖാന്തരം പ്രശ്നം തീർക്കണം, പകരം ഈ ഒരു വിഷയത്തിൽ ഒരു താക്കീത് എന്നുള്ള രീതിയിലാണ് പ്രദീപിനോടും ബിന്ദുവിനോടും ഒപ്പം തന്നെ ആശയോടും ഈ പ്രശ്നം കൂടുതൽ വഷളാക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ ആ താക്കീതൊന്നും തന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ പ്രദീപ് അനുസരിച്ചില്ല. വീണ്ടും ആശയുടെ വീട്ടിലെത്തി പ്രദീപും ബിന്ദുവും ഭീഷണി തുടർന്നു. ഇതിനെ തുടർന്ന് വീണ്ടും ഈ ഒരു വിഷയത്തിൽ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് ആശ പോയി. ഇന്നലെ ഉച്ചയോടുകൂടി ജീവനൊടുക്കുകയായിരുന്നു. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരു അത്താണിയായ ഒരു വീട്ടമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുതലും പലിശയും അടക്കം നിരവധി തവണ ചിട്ടിപിടിച്ച പണമടക്കം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കുടുംബം ഇന്നലെ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഒരു നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. എന്തായാലും മൃതശരീരം നിലവിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. പിന്നീട് ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കും. ദേവിക. ശരി രേഷ്മ. ഇനി സന്നിധാനത്തേക്കാണ് പോകുന്നത്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടയ്ക്കും. പൊന്നോണ നാളുകളെ വരവേൽക്കാൻ ചിങ്ങമാസ പൂജ നാളുകളിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 14,275 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, വലിയൊരു ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? കാരണം നാളെ ശബരിമല നട അടയ്ക്കുകയാണ്. മാത്രവുമല്ല ഓണനാളുകളെ വരവേൽക്കാനുള്ള ഒരു തിരക്കിലാണ് ഭക്തരെന്ന് തോന്നുന്നു. ദേവിക, സ്വാമി ശരണം. നട തുറന്ന ആദ്യ 3 ദിവസം 20,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് ദർശനം നടത്തിയത്. ഇന്നലെ 14,275 ഭക്തർ. ഇന്നും തിരക്ക് കുറവുണ്ട്. ഇന്നും നാളെയും തിരക്ക് കുറയും എന്നുള്ള സൂചന നൽകുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. മഴയ്ക്കും മാറ്റമുണ്ട്. കഴിഞ്ഞ 3 ദിവസം നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നുവെങ്കിൽ ഇന്ന് കാലാവസ്ഥയിൽ മാറ്റമുണ്ട്. മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ് ഇന്ന് ഉള്ളത്.
ഭക്തജനങ്ങളുടെ തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും ഇന്ന് സന്നിധാനത്ത് നിന്ന് കാണുന്നു. കുഞ്ഞു അയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തിയ ദിവസങ്ങളായിരുന്നു. ഒപ്പം കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ, കുഞ്ഞുങ്ങളുമൊക്കെയായി ചോറൂണ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ശബരിമല സന്നിധാനത്ത് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയുടെ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക കാഴ്ചകളൊക്കെ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കാണുന്നത് ചോറൂണ് ചടങ്ങിനെത്തിയ കുഞ്ഞ്. ചോറൂണ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ആ ഒരു അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ കുസൃതിയും കളിയും ചിരിയും ഒക്കെയായി നിഷ്കളങ്കതയോടുകൂടി അയ്യപ്പ സന്നിധിയിൽ കഴിയുന്ന ആ കാഴ്ചയാണ്, ആ ഏറ്റവും നിഷ്കളങ്കമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോറൂണ് ചടങ്ങ് അല്പസമയം മുൻപ് പൂർത്തിയായി. അങ്ങനെ ആ ചടങ്ങിന് വേണ്ടി ആദ്യ രുചി അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പനിൽ നിന്നും നുണയുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയുടെ കാഴ്ചകളൊക്കെ ചിങ്ങമാസ പൂജാ നാളുകളിലെ വിശേഷപ്പെട്ട കാഴ്ചകളാണ്. അത്തരത്തിലുള്ള നിഷ്കളങ്ക ഭക്തിയുടെ കുഞ്ഞുങ്ങളുടെ കാഴ്ചകളാണ് അയ്യപ്പ സന്നിധിയിൽ കൊടിമര ചുവട്ടിൽ നിന്നുള്ള നിഷ്കളങ്ക ഭക്തിയുടെ കളിയും ചിരിയും കുസൃതിയും ഒക്കെ നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ ആ കാഴ്ചകളാണ് കാണുന്നത്. അല്പസമയം മുൻപ് ചോറൂണ് കഴിഞ്ഞ കുഞ്ഞാണത്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ കൈപിടിച്ച് സന്നിധിയിലേക്ക്, അയ്യപ്പ സന്നിധിയിലേക്ക് എത്തി ചോറൂണൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമിക്കുകയാണ്. കളിയും ചിരിയും ഒക്കെയായി കൂടെ എത്തിയിരിക്കുന്ന, ഇവിടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ചോറൂണ് ചടങ്ങിന് വേണ്ടി എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളുമൊക്കെ ഒത്തിച്ച് കളിച്ച് ചിരിച്ച് അങ്ങനെ രസിച്ചിരിക്കുന്ന കാഴ്ച, ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകൾ, ദിവസം വരെ, കഴിഞ്ഞ രാത്രി വരെ നല്ല കനത്ത മഴയായിരുന്നെങ്കിൽ ഇന്ന് മഴയിലും മാറ്റമുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളുമൊക്കെ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് വരുന്നത് സ്വാമി സാർ? എവിടുന്നാ വരുന്നേ? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? ആദ്യമായിട്ടാണോ? കന്നിയാണോ? രണ്ടാമത്തെ പ്രാവശ്യം. പ്രാർത്ഥിച്ചോ അയ്യപ്പനോട്? ഇല്ല. പ്രാർത്ഥിക്കാൻ പോവാ. ചോറൂണ് ചടങ്ങുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു? ഇല്ല. സ്വാമി ശരണം. എന്താ പേര്? അദ്വിക. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? എവിടുന്നാ വരുന്നേ? കുരുമി. ആരൊക്കെയുണ്ട് കൂടെ? മാമനും കൊച്ചിച്ചനും പിന്നെ കുഞ്ഞയും അമ്മയും വെളിയിലാണ്. ചേച്ചി വാവച്ചിയും കാശിയും. കുഞ്ഞാവയുടെ ചോറൂണ് ചടങ്ങുണ്ടോ? ചോറൂണ് ചടങ്ങുണ്ടോ കുഞ്ഞാവയുടെ? ഉണ്ട്. ഹലോ, എവിടുന്നാ വരുന്നേ? ഹലോ, ഇതുണ്ട് ഇവിടെ. സ്വാമി ശരണം. സ്വാമി ശരണം. പേരെന്താ? വാവച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു മല കയറിയൊക്കെ, മലകയറ്റമൊക്കെ? അയ്യപ്പനെ കാണാൻ വന്നപ്പോ കാശിയും പൊന്നിച്ചേച്ചിയും കൂടെ വരുമ്പോ പൊന്നിച്ചേച്ചി. അയ്യപ്പനെ കണ്ടപ്പോ ഹാപ്പിയാണോ? അയ്യപ്പനെ കാണാൻ വന്നപ്പോ നല്ല ഹാപ്പി അല്ലേ? അയ്യപ്പനെ കാണുമ്പോ ബാക്കി. അച്ഛനൊക്കെയാണോ? ആരൊക്കെ കൂടെ ഉണ്ട്? അച്ഛനും അമ്മയും. അപ്പോൾ ഭക്തി നിർഭരമായിട്ട് നിഷ്കളങ്ക ഭക്തിയുടെയൊക്കെ കാഴ്ചകൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്, കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ ധാരാളം എത്തിയ ദിവസം. ചിങ്ങമാസ പൂജാ നാളുകളിൽ ധാരാളം കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമൊക്കെ എത്തിയ ദിവസമായിരുന്നു. ചോറൂണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. അതുകൊണ്ട് സുഗമമായ ദർശനം തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. മല കയറി എത്തുന്ന ഭക്തജനങ്ങൾക്ക് 18-ാം പടി സാവധാനം തൊഴുത് കയറി വരുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി വലിയ തിരക്കായിരുന്നു രാവിലെയൊക്കെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാഹചര്യം മാറി. സാവധാനം 18-ാം പടി തൊഴുത് കയറി അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിനുള്ളൊരു അവസരം ഇന്ന് ഉണ്ട്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ വളരെ തിടുക്കം കുറഞ്ഞുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ ഓരോരുത്തരായി ഓരോ പടിയും തൊഴുത് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നു. ഭക്തജനങ്ങളുടെ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെയൊക്കെ 18-ാം പടി തൊഴുത് വണങ്ങി കയറുക എന്നുള്ള ആഗ്രഹ സഫലീകരണമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ് ഇന്ന്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട്. നല്ല സാഹചര്യമാണ് അയ്യപ്പനെ സുഗമമായി ദർശിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്ന ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. കാലാവസ്ഥയിലും മാറ്റമുണ്ട്. ദേവിക. ശരി മിഥുൻ. തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുകൾ വ്യാഴാഴ്ച ഇ ഡി ബാങ്കിന് കൈമാറും. 1 കോടി രൂപയുടെ സ്വത്തുവകകളായിരുന്നു ഇ ഡി കണ്ടുകെട്ടിയത്. CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗനും ഭാര്യയുമടക്കം 5 പേരാണ് കേസിലെ പ്രതികൾ. അനധികൃത വായ്പകളിലൂടെ 44 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ബാങ്കിനുണ്ടായത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്ന് നിർണായക ദിനമാണ്. കാരണം ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വ്യാഴാഴ്ച ഇ ഡി കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കിന്. മറ്റ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്?
ദേവിക, CPI നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള N. ഭാസുരാഗന്റെയും ഒപ്പം തന്നെ ഭാസുരാഗന്റെ കുടുംബാംഗങ്ങളുടെയും സ്വത്തുവകളായിരുന്നു 1 കോടിയിലധികം വരെ മൂല്യം വരുന്ന സ്വത്തുവകളായിരുന്നു ED നേരത്തെ കണ്ടുകെട്ടിയത്. ഇത് വ്യാഴാഴ്ച കണ്ടല സഹകരണ ബാങ്കിന് കൈമാറും. അതായത് ഈ സ്വത്തുവകകൾ സ്വാഭാവികമായിട്ടും ബാങ്കിന് ലേലത്തിൽ വെക്കാനാകും. ലേലത്തിൽ വെച്ചുകൊണ്ട് നഷ്ടമായ പണം ഈടാക്കി അത് പിന്നീട് നിക്ഷേപകർക്ക് നൽകാനാകും. ഈ ഒരു രീതിയാണ് ഇനി അവലംബിക്കേണ്ടത്. എന്തായാലും വ്യാഴാഴ്ച തന്നെ ED സ്വത്തുക്കൾ കൈമാറുമെന്നാണ് വിവരം. അതായത് ഇതൊരു നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് തന്നെ ഈ സ്വത്തുവകൾ കൈമാറിക്കൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ ED ലക്ഷ്യമിടുന്നത്. 2023 നവംബർ 21 ഭാസുരാഗൻ, അതോടൊപ്പം തന്നെ ഭാസുരാഗന്റെ ഭാര്യ, മക്കൾ, ഒപ്പം തന്നെ മരുമകൻ ഇവരൊക്കെ തന്നെ അറസ്റ്റിലാകുന്നത്. 3.22 കോടി രൂപയുടെ തട്ടിപ്പ് ഭാസുരാഗനും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേസ്. 44 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ക്രമക്കേടിലൂടെ ഈ ബാങ്കിന് നഷ്ടം വരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ 1 കോടി രൂപ നിലവിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ സമഗ്രമായിട്ടുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളുമാണ് ഈ വിഷയത്തിൽ, അതായത് കണ്ടൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഭാസുരാഗനെതിരെ നിരവധി കണ്ടെത്തലുകൾ ED നടത്തിയിരുന്നു. അതായത് മിതമായിട്ടുള്ള ഈ ഒരു കൃത്യമായ ഈടില്ലാതെ അമിതമായിട്ട് ലോണുകൾ അനുവദിക്കുന്നതിൽ ഭാസുരാഗന്റെ നേതൃത്വം അല്ലെങ്കിൽ ഭാസുരാഗൻ ഇടപെട്ടിരുന്നു. രാഷ്ട്രീയ ഉന്നതന്മാർക്ക് വേണ്ടിയും ഭാസുരാഗൻ ഇടപെട്ടിരുന്നു. ഈ ചിട്ടിപ്പണം വായ്പയായിട്ട് മാറ്റുന്ന ഒരു തട്ടിപ്പ് കൂടി ഭാസുരാഗന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. അതായത് പല പേരുകളിൽ ചിട്ടി തുടങ്ങുകയും പിന്നീട് ബിനാമി അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുകയുമായിരുന്നു പതിവ്. എന്തായാലും ഈ ഒരു കേസിൽ തന്നെ കൃത്യമായിട്ട് ED അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള തുടർ നടപടി എന്നുള്ള രീതിയിലാണ് നിക്ഷേപകർക്ക് അനുകൂലമായിട്ട്, അതായത് ഈ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് അത് ബാങ്കിന് തന്നെ കൈമാറിക്കൊണ്ട് ബാങ്കിന് പിന്നീട് നിക്ഷേപകർക്ക് ഇത് പണമായി നൽകാനായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. ഇതേ സമയത്ത് തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പിന്നീട് അത് കൈമാറാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അനുകൂലമായിട്ടുള്ള സമീപനം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ നടത്തിയിട്ടുമില്ല. എന്തായാലും നിലവിൽ കണ്ടൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDയുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ പോവുകയാണ്. ദേവിക. ശരി രേഷ്മ. സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ ബാറുകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിലുണ്ടായത് 50 കോടിയുടെ കുറവാണ്. 2016 29 നിന്നും 850ഓളമായി ബാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് നികുതി വരുമാനം താഴേക്ക് പോകുന്നത്. എന്നാൽ വരുമാനക്കുറവിന്റെ കാരണം അറിയില്ല എന്ന വിചിത്ര മറുപടിയാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്നത്. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണല്ലോ പുറത്തേക്ക് വരുന്നത്. കാരണം 50 കോടിയുടെ ഇളവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2016 കണക്കെടുക്കുകയാണെങ്കിൽ 29 ബാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ 850ഓളമായി ബാറുകളുടെ എണ്ണം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നികുതി വരുമാനം താഴേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. 2019 കാലത്ത് 29 ബാറുകളാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മുൻ സർക്കാർ റദ്ദാക്കിയ 442 ബാറുകളിലെ ലൈസൻസുകൾ പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 200ഓളം ബാറുകൾക്കാണ് അനുമതി നൽകിയത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 180ഓളം ബാറുകൾക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിന് വിവരങ്ങൾ ഇതുവരെയും സർക്കാർ കൃത്യമായി നമുക്ക് ലഭ്യമാക്കാത്ത സാഹചര്യവുമുണ്ട്. പക്ഷേ ഏകദേശം ഒരു കണക്ക് ഇങ്ങനെയാണ്. ഏതാണ്ട് 850ഓളം ബാറുകൾ നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിലുള്ളൊരു കണക്ക് എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഇത്രയധികം ബാറുകളുടെ എണ്ണം കൂടുമ്പോൾ മദ്യപഭോഗവും കൂടി നിൽക്കുന്ന സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപയോഗവും വിൽപ്പനയും കൂടുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നികുതി വരുമാനത്തിലും വർധനവ് കാര്യമായി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നത്. 2022-23 കാലത്ത് സംസ്ഥാനത്ത് ഈ പറയുന്ന ബാറുകളിൽ നിന്നുള്ള ഈ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം, ബിയർ, വൈൻ തുടങ്ങിയവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ടേൺ ഓവർ ടാക്സിൻ്റെ
നിന്നുള്ള ടേൺ ഓവർ ടാക്സായി സർക്കാർ ലഭിച്ചത് 617.23 കോടി രൂപയാണ് 2022-23 കാലത്ത്. 2023-24 കാലത്തേക്ക് അത് വരുമ്പോൾ 579.85 കോടിയായി കുറയുന്നു. അതായത് 37.38 കോടിയുടെ ഇടിവാണ് ആ വർഷം മാത്രം ഉണ്ടാകുന്നത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വരുമ്പോൾ അത് 566.93 കോടിയായും കുറയുന്നു. വീണ്ടും ഒരു 12.92 അങ്ങനെ ആകെ 50 കോടിയിലധികം രൂപയുടെ കുറവാണ് 2 വർഷത്തിനിടെ മാത്രം സംസ്ഥാനത്ത് ഈ ഇത്തരത്തിലുള്ള വിദേശ മദ്യത്തിൻ്റെയും ബിയറുകളുടെയും വൈനിൻ്റെയും വിൽപ്പന ബാർ ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് നടന്നതിൽ ഉണ്ടായിട്ടുള്ള നികുതി വരുമാനത്തിനുണ്ടായിട്ടുള്ള ഇടിവ് എന്നുള്ളത്. ഈ ബാറുകളുടെ എണ്ണവും മദ്യ ഉപഭോഗവും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതൊരു പുതിയ കാര്യമല്ല, അത് പുതിയ കണക്കുകളുമല്ല, അത് നമുക്ക് ക്രമാനുഗതമായി ഓരോ വർഷവും ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ അത്രയധികം ബാറുകളുടെ എണ്ണം കൂടുമ്പോഴും കൂടുതൽ മദ്യഭോഗം ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനം കുറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചരക്ക് സേവന നികുതി വകുപ്പിന് മുന്നിൽ വെച്ചപ്പോൾ അവർക്കത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് മറുപടിയായി നൽകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് നികുതി വരുമാനം കുറയുന്നു എന്നതിൽ കൃത്യമായൊരു മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ബാറുകളുടെ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടും അത് സംബന്ധിച്ച കോഴകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതുമാണ്. സാധാരണഗതിയിൽ ബാറുകളിൽ നടക്കേണ്ട പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് എക്സൈസിലെ തന്നെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വ്യക്തമായി പറയുന്നത്. കാരണം കൃത്യമായ പരിശോധന നടക്കാതെ വരുന്നതോടുകൂടി പല ബാറുകളിലും സംബന്ധിച്ച ക്രമക്കേടുകൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ക്രമക്കേടുകളിൽ കൂടുതൽ ശക്തമായ പരിശോധനയ്ക്ക് പോവുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിൽ പരിശോധനകൾ അപ്രസക്തമായി മാറുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് എത്തേണ്ട വലിയ നികുതി വരുമാനം അതിൽ ഗണ്യമായ കുറവുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ദേവിക. ശരി പ്രജിത്ത്. പ്രശസ്ത നാടകാചാര്യൻ ഒ മാധവന്റെ സ്മരണയിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ 62ാമത് നാടകമായ ശാകുന്തളം അരങ്ങിലേക്ക്. നടിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ഉർവശി നാടക ഉദ്ഘാടനം നിർവഹിച്ചു. പോരാളിയായ സ്ത്രീത്വത്തിന്റെ പ്രതീകമായാണ് ശകുന്തളയെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതെന്നും ഭാരതത്തിന്റെ വിപുലമായ സംസ്കാരത്തെ കാളിദാസനിലൂടെ അറിയാൻ സാധിച്ചെന്നും നാടക സംവിധായകനും നിർമ്മാതാവും ജനം ടിവിയോട് പറഞ്ഞു. ശാകുന്തളത്തിന്റെ ആദ്യ പ്രദർശനത്തിനാണ് ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നടിയുമായ ഉർവശി തിരിതെളിയിച്ചത്. കാരണം നാടകക്കാരെ പഴയ കലാകാരന്മാർക്ക് വലിയ കഷ്ടപ്പാടാണ് ജീവിതം. ഇപ്പോഴും സാമ്പത്തികം അല്ലെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനേ പറ്റാറില്ല. പക്ഷെ എൻ്റെ അച്ഛനും മാധവമാവനും ഒക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്തിലുള്ളവരെയും ആ കലയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒരു നഷ്ടബോധം നമുക്ക് തോന്നിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ മാറി മാറി സ്ഥിരം വേണ്ടി നാടകത്തിന് വേണ്ടി അതിനുവേണ്ടി പോവും. അപ്പോഴും നമുക്ക് തോന്നിയിരുന്നില്ല, കുടുംബമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ. സോപാനം ഓഡിറ്റോറിയം നാടകപ്രേമികളെ കൊണ്ട് നിറഞ്ഞു. ശാകുന്തളത്തിന് തിരശീല ഉയർന്നു. കാലം കൈകളിലേറ്റുവാങ്ങിയ കലാലാവണ്യമേ ഒ മാധവൻ രൂപം നൽകിയ കാളിദാസ കലാകേന്ദ്രത്തിൽ ഇതാദ്യമായാണ് കാളിദാസന്റെ ഒരു നാടകം നിർമ്മിക്കുന്നത്. വിധിയെ ഓർത്തു വിലപിക്കാത്ത പോരാളിയായ ശകുന്തളയെയാണ് നാടകത്തിലൂടെ കാണാനാവുകയെന്നും ഒരിടത്തും തോൽക്കാത്ത ഭാരതമാതാവിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും നാടകത്തിന്റെ നിർമ്മാതാവും ഒ മാധവന്റെ മകളുമായ സന്ധ്യ രാജേന്ദ്രൻ പറഞ്ഞു. പക്ഷെ നായികയെ നമ്മൾ കുറച്ചും കൂടെ ബോൾഡാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് തോറ്റുപോകുന്ന ഒരു പെണ്ണല്ല ശകുന്തള. അവൾ പോരാടി ജനിച്ചു, പോരാടി ജീവിച്ചു, പോരാടി ഇന്നും ഭാരത മാതാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ. കാരണം ഒരിടത്തും തോറ്റു കൊടുത്തിട്ടില്ല, അവൾ പോരാടി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ഒരിടത്തും തോറ്റു കൊടുക്കരുത്, പോരാടി മുന്നേറണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയാകുന്നത്, ഭാരതാംബയാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പ്രസ്ഥാനമാണെങ്കിലും മഹത്വപൂർണമായ ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് കാളിദാസനിലൂടെ അറിയുവാൻ സാധിച്ചുവെന്ന് നാടക സംവിധായകനായ ഇ എ രാജേന്ദ്രൻ പറഞ്ഞു. കാളിദാസ കലാകേന്ദ്രത്തിന് ചെറിയൊരു
കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളൊരു സംഘടനയാണല്ലോ കാളിദാസ കലാമന്ദിരം. പക്ഷേ ഈ നാടകം നമ്മൾ ഇത് ചെയ്തപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എത്രമാത്രം വിപുലമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് പഠിക്കുമ്പോഴാണ്. കാരണം അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ഇതുകൾ, വിവിധ സംസ്കാരങ്ങൾ. കാരണം അന്നത്തെ ഞാനിത് വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനെ പറ്റി കാളിദാസൻ പറയുന്നുണ്ട്, ഈ പേരിലല്ല പറയുന്നത് മാത്രം. ഒ മാധവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള പുരസ്കാര സമർപ്പണവും നടി ഉർവശി നിർവഹിച്ചു. നാടക സംവിധായകനായ സൂര്യ കൃഷ്ണമൂർത്തിയും അഭിനേത്രിയായ KPAC ലീലയും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഒ മാധവൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും MLAയുമായ M മുകേഷ്, CR മഹേഷ് MLA തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക നാടകരംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കൊല്ലം. ആലുവ മുനിസിപ്പാലിറ്റിയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി പരാതി. കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ക്രമക്കേട് നടന്നത് എന്നാണ് പരാതി. ഭൂരിഭാഗം വാർഡുകളിലെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ഇതര സംസ്ഥാന തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം നാട്ടിൽ വോട്ടുണ്ട്. എന്നാൽ അവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് 11ാം വാർഡ് കൗൺസിലർ പ്രീത പറഞ്ഞു. ആലുവ മുനിസിപ്പാലിറ്റി വ്യാപകമായി 26 വാർഡുകളിലും വ്യാജ ID കാർഡുകൾ കൊണ്ടുവന്നിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 11ാം വാർഡിൽ ഇങ്ങനെ 2 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ലിസ്റ്റ് ഞാൻ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇവിടുന്ന് മാറാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ അത് വകവയ്ക്കാതെ അവരുടെ പേര് കൊണ്ടുവന്ന് ചേർക്കുകയാണ് ഉണ്ടായത്. നാട്ടിലെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്ന വോട്ടും എല്ലാം അവിടെ തന്നെ ചെയ്യുന്നതാണെന്നാണ് ഇവർ അറിയിച്ചിരുന്നത്. അതിന് പ്രകാരം ഞാൻ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് പറയുകയും ചെയ്ത് ഇവർ രേഖാമൂലം അവിടെ എഴുതി കൊടുക്കുകയും ചെയ്താണ്. അതിനുശേഷം വെള്ളിയാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ രതീഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറയണത് അവർ നേരിട്ട് വന്ന് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇതര സംസ്ഥാനക്കാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. നാട്ടിൽ വോട്ടുള്ള കാര്യം പലരും രേഖാമൂലം എഴുതി നൽകിയതാണ്. എന്നാൽ ഇവരുടെ അനുവാദമില്ലാതെയാണ് പേര് ചേർക്കുന്നത്. ଭୋଟ ଆମକୁ ଦରକାର ନାହିଁ, ଭୋଟ ଦରକାର ନାହିଁ, ଆମ ଏ ରୁମ୍ ଏମିତି ଓଡ଼ିଆରେ କହିଦେବୁ, ଏ ଭୋଟ ଆମ ଦରକାର ନାହିଁ ହେଲେ ଆମ ଏ ରୁମ୍ ଛାଡ଼ିକି ଆମେ ଓଡ଼ିଶା ଚାଲିଯିବୁ. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതെന്നാണ് ആരോപണം. ജനം, കൊച്ചി. ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണവുമായി സർക്കാർ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരരുതെന്നാണ് നിർദ്ദേശം. വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത വിധത്തിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിയന്ത്രിക്കണം. പോലീസിന്റെയും KSEBയുടെയും മുൻകൂർ അനുമതി വാങ്ങണം. പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം. പ്രജിത്ത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൂടുതലായി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദേവിക, ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. പക്ഷേ പലതും പ്രായോഗികമായ നിർദ്ദേശങ്ങളാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളിൽ ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്, ഓരോ തരത്തിലുള്ള കെട്ടുകാഴ്ചകളുണ്ട്. അവയുടെയൊക്കെ പലപ്പോഴും ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റിക്കാരോ ക്ഷേത്ര കമ്മിറ്റിക്കാരോ ഒന്നുമല്ല ഇത്തരം കെട്ടുകാഴ്ചകൾ നടത്തുന്നത്. ചിലത് നേർച്ചയായി നടത്തുന്നവരുണ്ട്, ചില പ്രദേശത്തെ യുവജന സംഘടനകൾ നടത്തുന്നതുണ്ട്. അങ്ങനെ പലതരം ആൾക്കാർ പലതരം രീതിയിൽ പലതരം നേർച്ചകളും കെട്ടുകാഴ്ചകളും ഒക്കെ നടത്തുന്ന രീതി നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഏകീകൃതമായിട്ടുള്ള നിർദ്ദേശം എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കൃത്യതയില്ല. എങ്കിലും ആ നിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 10 നിർദ്ദേശങ്ങളാണ് ഊർജ്ജ വകുപ്പ് സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ കെട്ടുകാഴ്ചകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ കെട്ടുകാഴ്ചകളുടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരമാവധി ആരാധനാലയത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ
ഉയരം കൂടിയിട്ടുള്ള കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കുക, അതിനുവേണ്ടി ഈ കെട്ടുകാഴ്ചകളുടെ ഉയരം കുറയ്ക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു നിർദ്ദേശം ഇതിലുണ്ടായിട്ടുണ്ട്. കെട്ടുകാഴ്ചയുടെ ഉയരം നിജപ്പെടുത്തി KSEBയുടെയും പോലീസിൻ്റെയും മുൻകൂർ അനുമതി നേടണമെന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. അത് കേരളത്തിലെ ആലപ്പുഴ മധ്യ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റു സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലെയും മറ്റ് ആരാധനാലയങ്ങളിലെയും ഒക്കെ ആരാധനാലയങ്ങൾ എന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത്തരം സ്ഥലങ്ങളിലെ ഈ വൈദ്യുത ലൈറ്റുകളുടെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ മുൻകൂട്ടി പരിശോധിച്ച് അതിൽ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ആരാധനാലയത്തിലെയും കെട്ടുകാഴ്ചകൾ സംബന്ധിച്ച് അവിടുത്തെ കമ്മിറ്റികൾ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് അത് KSEBയുടെയും പോലീസിൻ്റെയൊക്കെയും ഒക്കെ മുൻകൂറായി അനുമതിക്ക് നൽകണം എന്നുള്ളതാണ് അതിൽ പറയുന്ന മറ്റൊരു നിർദ്ദേശം. ഒരു മാസം മുൻപ് തന്നെ കെട്ടുകാഴ്ചകളുടെ വിവരങ്ങൾ നൽകി ആരൊക്കെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു, എത്ര കെട്ടുകാഴ്ചകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ ക്രോഡീകരിച്ച് പോലീസിന് നൽകണമെന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ KSEBയ്ക്ക് നൽകണമെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് വിശദാംശങ്ങളിൽ മാറ്റം വരും. അതായത് ഈ കെട്ടുകാഴ്ചകൾ സംബന്ധിച്ച എണ്ണം കൂടാൻ പാടില്ല, ക്രമീകരണങ്ങൾ ഈ പറയുന്ന ഉയരം നിർദ്ദേശം അത് കൃത്യമായി പാലിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പിന്നീട് ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ഉത്തരവിൽ പറയുന്നുണ്ട്. ഓരോ വർഷവും കെട്ടുകാഴ്ചകളുടെ ഉയരം കൂട്ടുന്നത് അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കർശനമായി പറയുന്നു. ആരാധനാലയത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരിക. വാടക കെട്ടുകാഴ്ചകൾ ആരാധനാലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവ പിന്നീട് തിരിച്ചു കൊണ്ടുപോകണം. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആർച്ചുകൾ കെട്ടുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം. വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ടവർ ഇപ്പോൾ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ചിലവും ആ ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നുള്ളതാണ് ഈ പറയുന്ന നിർദ്ദേശം എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഈ പറയുന്ന ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ ഒരു ഓവർവാച്ച് പോലെ ഈ സമിതി വിഷയങ്ങൾ പരിശോധിക്കണം. കെട്ടുത്സവങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ നിജപ്പെടുത്തി അതിൻ്റെ ഉത്സവ സീസണ് 6 മാസം മുൻപൊക്കെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാകുമെന്നുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകൾ ഒരു മാസം മുൻപ് തന്നെ ഏതൊക്കെ കെട്ടുകാഴ്ചകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കെടുപ്പുകൾ പ്രായോഗികമാകാത്ത സാഹചര്യമുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ കെട്ടുത്സവങ്ങൾ കെട്ടുകാഴ്ചകളൊക്കെ നേർച്ചകളായി നടത്തുന്ന പലരും വ്യക്തികളാണ്. അവർ ഒരുപക്ഷേ ഉത്സവത്തിന് 3-4 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ അവയുടെ ബുക്കിങ്ങും ഒക്കെ നടത്തുന്നത്. കാരണം നമ്മളുമൊക്കെ ഈ രീതിയിലുള്ള കെട്ടുകാഴ്ചകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും പ്രായോഗികമായി ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം 6 മാസം മുമ്പ് ഈ കെട്ടുകാഴ്ചകളുടെ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടുകാഴ്ചകളുടെയൊക്കെ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെയുള്ള നെടുങ്കുതിരകൾ പോലെയുള്ള കെട്ടുകാളകൾ പോലെയുള്ള കാഴ്ചകളുടെയൊക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ വാടകയ്ക്ക് എടുക്കണം തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രായോഗിക പ്രശ്നങ്ങൾ ഈ നിർദ്ദേശത്തിൽ നിലനിൽക്കുന്നുണ്ട്. എത്തരത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ദേവിക. ശരി പ്രജിത്ത്. ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ആശങ്ക ഒഴിയുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരൻ്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. 2 പരിശോധനകളിൽ നെഗറ്റീവായിരുന്നു ഫലം. പക്ഷേ രോഗലക്ഷണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും പരിശോധന. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിൻ്റെയും 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഇപ്പോൾ അതിനിർണായകമായ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും 7 വയസ്സുകാരൻ്റെ. മാത്രവുമല്ല 2 പരിശോധനകളിൽ നെഗറ്റീവ് ആയിരുന്നു എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇന്ന് എന്താണ് ഫലം പുറത്തു വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കൂടുതൽ നടപടിക്രമങ്ങൾ. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 7 വയസ്സുകാരന്റെ പരിശോധനാ ഫലമാണ് ഇന്ന് വന്നേക്കാം എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് താമരശ്ശേരിയിൽ മരിച്ച അനയുടെ സഹോദരനാണിത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് 2 ഫലങ്ങൾ ഈ കുട്ടിയുടെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ പനിലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ എടുത്ത പരിശോധനയുടെ ഫലം നെഗറ്റീവ് ആയിരുന്നു. എന്തായാലും ഇന്ന് വന്നേക്കാവുന്ന ഫലത്തെ ആശ്രയിച്ചിരിക്കും അടുത്ത
അടുത്ത ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓമശ്ശേരിയിലെ 3 മാസം പ്രായമായ കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ യുവാവിന്റെയും ആരോഗ്യനില തൃപ്തികരമാണെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പനി അടക്കമുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ മറ്റോ ഇറങ്ങുകയോ കളിക്കുകയോ ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ജല സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ജല സാമ്പിളുകളുടെ പരിശോധനാ ഫലവും ഇന്ന് വന്നേക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദേവിക, ശരി. കേരള ടീമായ റോയൽ ഡെവൻ ക്രിക്കറ്റ് ക്ലബ് ഓൾ UK ടൂർണമെന്റ് 2025 ചാമ്പ്യന്മാരായി. ഫൈനലിൽ RDCC ഫോക്സ് 11Bയെ പരാജയപ്പെടുത്തിയാണ് കിരീടം ചൂടിയത്. ആദ്യം ബാറ്റ് ചെയ്ത RDCC 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഫോക്സ് 11B ഇന്നിംഗ്സ് 8 ഓവറിൽ 83-5 എന്ന നിലയിൽ അവസാനിച്ചതോടെ RDCC കിരീടം സ്വന്തമാക്കുകയായിരുന്നു. രഞ്ജു തോമസിന്റെ നേതൃത്വത്തിൽ ഇതിനകം 8 കപ്പുകൾ UKയുടെ വിവിധയിടങ്ങളിൽ റോയൽ ഡെവൻ ചൂടിയിട്ടുണ്ട്. പുത്തൻപുലരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.